വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത് ഗ്രൗണ്ട് പ്ലാസയിലാണ് ഞാൻ നിൽക്കുന്നത്. മരണം മാസം എന്ന മൂവിയുടെ സെലിബ്രേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കാണാലോ. നമ്മുടെ ടോവിനോ തോമസും ബേസിലും കാണാം. തിയേറ്റർ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ സിനിമ കണ്ടിറങ്ങിയ ഒരു പൂക്കിന്ന് വിളിച്ച് കളയാക്കാറ്. മലയാള പ്രേക്ഷകരുടെ ഏറ്റെടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അണിയറോടും പ്രവർത്തകരൊക്കെ തന്നെ നല്ല സപ്പോർട്ടീവായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് തോമസ് ചേട്ടൻ ബേസിലേട്ടൊക്കെ ഒപ്പമുണ്ട്. നല്ല റെസ്പോൺസാണ്. എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഞാൻ വളരെ ചെറിയ റോളാണ് ചെയ്തതെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു സ്വഭാവത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മെച്ചൂർ ക്യാരക്ടറാണ്. എന്താണ് ചെയ്യാൻ പറ്റും? കണ്ടായിരുന്നു എന്തായാലും. ഉറപ്പായിട്ടും കാണുക, അഭിപ്രായം പറയാം. താഴോട്ടിറങ്ങി വന്നോണ്ടിരിക്കുന്നു. നല്ല റെസ്പോൺസാണ്. കണ്ടില്ലേ? കുറേ എണ്ണമുണ്ട്. 3 പേര് എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ട് മാറി. നീങ്ങിയടാ ഒന്ന്. അതെല്ലാവർക്കും തരാ. നിങ്ങൾ പറയാം, നിങ്ങളെ പറയണ്ടേ? നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ, റൊമാൻറ്റിക് ആയി പോലെ. പിന്നെ നല്ലത് പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്പീക്കർ എൻട്രി അവനേട്ടാ ഇപ്പുറത്തോട്ട്. അത് ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, എല്ലാവരും വന്നതിന് സന്തോഷം. പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിനേക്കാളും സന്തോഷം. ഞാനിങ്ങനെ ഒരു സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാനങ്ങനെ മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും
നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയിൽ ആ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ ഗുരു സോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല. പക്ഷെ അത് ഞങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത്. നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ടോക്കണായിട്ട് എന്തെങ്കിലും ഒരു ശമ്പളം ഒരു മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിച്ചുമില്ല. അപ്പോൾ അതുപോലെ കുറേ പേരുടെ സൗഹൃദത്തിൻ്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഗുരുസാറൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ്. ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ ബാബു ചേട്ടൻ, ബാബു രാമേന്ദ്രൻ, ഇതൊക്കെ ഒരു നമ്മൾ സൗഹൃദത്തിൻ്റെ പുറത്ത് വിളിച്ച് ഇങ്ങനൊരു നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനൊരു തുടക്കവും അവസാനവും വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അതൊന്ന് നമുക്ക് ചെയ്തു തന്നതാണ്. അതുപോലെ കുറേ പേരുണ്ട്, നന്ദി പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഒപ്പം ഈ സിനിമ ഞങ്ങളങ്ങനെ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയായിട്ടൊന്നുമല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും. സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറേ തമാശകളും, അതായത് ഇതിൻ്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിൻ്റെ ലോജിക്ക് നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളും. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന്, ഇപ്പോൾ ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ മരണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെപ്പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രവും ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയാൻ അവകാശമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരോടൊക്കെ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു. അപ്പൂപ്പൻ താടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറൂടെ ആയിരുന്നു. അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും ഇരുന്ന് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പോൾ ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. നമുക്ക് ഇനി ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത്.
അപ്പോൾ സുരേഷ് ചേട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് മ്യൂസിക്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ചേട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ചേട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെയൊക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. പറഞ്ഞതിനേക്കാളും ബഡ്ജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം. അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസത്തായിരുന്നു? പൊരിവെയിലത്ത് അല്ല, ഏത് മാസം? പൊരിവെയിലത്തേക്ക് ഇനിയോടെ മഴ പെയ്യുന്നത് ഏത് മാസം? പൊരിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴയാണ്, അവിടെയും മഴ. അതെ, അത് ഈ മരണമാസത്തിന്റെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അതും നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം ഉളച്ചിട്ട് 2 മണിക്കും 3 മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറയൊക്കെ അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ടേ. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ ഏതായിരുന്നു? സൂപ്പർ 35, വലിയ വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരോ ഒന്നും, സാധാരണ അതൊക്കെ വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ളൊരു അവൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവരെന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിൻ്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ നീട്ടുന്നു. അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം. അപ്പം ഞാൻ മയക്കുകൊണ്ട് ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ. ഹൈദരാലി ഒളിഞ്ഞിരിക്കുന്നില്ല അവിടെ എന്തിനാ? സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ പറയേണ്ടത്. നമ്മൾ ഇന്നലെ കുറേ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം സിനിമയുടെ അവസാന ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യടികളൊക്കെ ഞങ്ങൾ നേരിട്ട് നല്ല കണ്ടതാണ്. പ്രായഭേദമന്യേ നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ക്രൗഡ് ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട് അനുഭവിച്ച സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്.
അത്രേ പറയാനുള്ളൂ. ഇത് എന്താ അവർ പറഞ്ഞു വെച്ചാൽ ഇത് ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട, ഇപ്പം ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമ ഈ 2.25 മണിക്കൂർ 2:17 വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. സംവിധായകൻ എന്തൊക്കെയോ കുറേ പറയാനുണ്ട്. എനിക്ക് ചോദ്യശരങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ബേസിലിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ലാസ്റ്റ് മിന്നൽ മുരളിയിലായിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നത്. അതിനു മുമ്പ് പരസ്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. പരസ്യങ്ങളും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഒരു സിജുവായിട്ട് ഒരു പരസ്യത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു സിജു ഐഡിയ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മളതിനൊരു ഏകദേശം ഒരു 1 ലൈൻ ആക്കിയിട്ട് ഇത് പ്രൊഡക്ഷൻ ആരെ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ദിവസം രാത്രി ഉറക്കമൊന്നുമില്ലാതെ 4 മണിക്ക് ഞാനൊരു കാര്യമില്ലാതെ അതിൻ്റെ 1 ലൈൻ ടോയ്ക്ക് അയച്ചു കൊടുത്തു. അതെന്തിനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്ലാനുകളൊന്നുമില്ല. അപ്പം ഞാൻ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി അയച്ച്. പുള്ളി പറഞ്ഞു അമേരിക്കയിൽ US എവിടെയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്ക് കാനഡ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ബേസിലിനോട് കഥ പറയുന്നത്, അഭിനയിക്കാൻ വേണ്ടി പറയുന്നത്. അതിന് മുമ്പ് കഥ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നീട് ഗൂഗിളിന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത്. ടിൻസൺ ചേട്ടനാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നത്. ഫുൾ പ്രൊഡക്ഷൻ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ടിൻസൺ ചേട്ടനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇന്നലെ ഇറങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നല്ല ഹ്യൂമർ തിയേറ്ററുകളിൽ വർക്കാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അതിലും സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി സംസാരിക്കാൻ വേദിയിലേക്ക് പ്രചണ്ഡ താരത്തിനെ ക്ഷണിച്ചു കൊടുക്കണം. അപ്പം ഇത് ആദ്യമായിട്ടൊരു തിരക്കഥ എഴുതിയൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ശിവചേട്ടനോട് ഈ പരിപാടി പറയുന്നു, ഇതൊക്കെ ഇത്രയൊക്കെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നൊന്നുമില്ല. അത് ചോദിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോ, ബേസിലേട്ടൻ ഞാൻ എഴുതിയ സമയത്ത് ഞാൻ അതിനകത്തൊരു പ്രധാന റോൾ, വേറൊരാൾ മറ്റൊരു റോൾ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് എഴുതിയതാണ്. പക്ഷേ അതിപ്പോൾ ഇവിടം വരെ എത്തി. ഇപ്പം സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ പൾസ് കിട്ടി. കാരണം ഇറങ്ങി വരുന്നതൊക്കെ നല്ല പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര കയ്യടിയും ഓരോരോ ഓരോരോ ഡയലോഗുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പടം കണ്ടിട്ട്, ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവരിപ്പോൾ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരൊക്കെ ആയി. അപ്പം പറയും ഈ പിള്ളേരൊക്കെ തിയേറ്ററിൽ ഭയങ്കര ബഹളമാണ്, ഞങ്ങൾ പറയണമെന്ന് മിണ്ടായി ആൾക്കാർ. കാരണം പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കാർട്ടൂണിക് സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോമോനെ കാണുമ്പോഴും പല ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര ചിരി, ഇപ്പോൾ ബേസിലേട്ടൻ്റെ ആ മുടി എല്ലാം കാണുമ്പോൾ ഭയങ്കര ചിരിയും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് വർക്കാവുന്നു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ഓടട്ടെ എന്ന പ്രതീക്ഷയാണ്. അപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അടുത്താക്ക് കൊടുക്കുന്നു മൈക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മരണമാസിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിലൊക്കെ. ഇപ്പം ആൾക്കാർ തിയേറ്ററിൽ നല്ല റെസ്പോൺസൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ അറിയുമ്പം അതിനേക്കാളും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമയാണ് നമ്മുടെ. അപ്പം താങ്ക് യു. ശിവൻ്റെ വർക്ക്സ് പണ്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശിവൻ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ ശിവൻ്റെ പടത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരണവാസിൻ്റെ പോസ്റ്റർ അനൗൺസ് ചെയ്ത സമയത്ത് സിജുവിനെ വിളിച്ച് ഞാൻ ചോദിച്ച്, ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല റോളൊന്നും. പിന്നെ ഈ പടത്തിന് ഭാഗമാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. പിന്നെ ഇഷ്ടമുള്ള കുറേ പേരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എസ്പെഷ്യലി ജോമോനെ അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ആസ് എൻ ആക്ടർ. അപ്പോൾ ജോമോൻ്റെ കൂടെ ഒരു പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഇത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ പരിചയമുള്ള എല്ലാവരോടും പറയുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ശിവേട്ടൻ വിളിച്ചു, അല്ലെങ്കിൽ സിജുവിനെ സംസാരിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്.
പിന്നെ ഇതുപോലെ ടോവിനോ ചേട്ടൻ ബേസിൽ ചേട്ടനൊക്കെ ഒരു കോമ്പിനേഷൻ ഉള്ളൊരു സിനിമയുടെ ഒരു പാർട്ടായിട്ട് വളരെ കുഞ്ഞു റോളാണ് ഞാൻ ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും വലിയൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. അതായത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ, സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്താണല്ലോ. സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്താണേ. ഞാൻ ഈ സിനിമ കണ്ടിപ്പോൾ നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും ഫീൽ ചെയ്യാതെ, ആർക്കും അത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റ് ഉണ്ടാകുക. കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എൻ്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട്. അത്തരം ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കുറച്ച് കോമഡി, അതെൻ്റെ ഇഷ്ടമായിരുന്നു, കോമഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുള്ള മേജറായിട്ടുള്ള കാര്യം. അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ തോന്നൽ ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്ററിന് തോന്നൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്? എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ, എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതെൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കോമഡി ഉള്ളതെന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. അത് ഈ അമ്പലക്കുളത്തിലെ ഹലാൽ ചിക്കൻ്റെ കൂടലിട്ട് അത് അനുഭവം അല്ലല്ല, അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിൽ അങ്ങ് ചെയ്തതാണ്. അല്ലല്ല, അത് അങ്ങനെ എഴുതി ഞാനല്ല അതിനകത്ത് വെച്ചിരുന്നത്. അല്ലല്ല സിനിമയിലുള്ളതെന്ന് കൃത്യമായിട്ട് പറയണല്ലേ. അല്ല, അതിനകത്ത് ഇല്ലില്ല, അത് കഴിയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, ആഹാരത്തിനകത്ത് വരെ നമ്മൾ പറഞ്ഞത് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളതിനെ വളരെ ഇതായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനെങ്കിലും അതൊരു ചങ്കൂറ്റം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇതൊക്കെ. ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡികളോട് വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു. അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ്. കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക വരെ വെക്കുന്ന കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു കത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയം. ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാറാണ്. ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമ്മാതാവെന്ന നിലയിൽ ആളുകളൊന്ന് ചിരിപ്പിക്കണം. ഈ സബ്ജക്റ്റ് കേട്ടപ്പം കുറേ ചിരിച്ചിട്ടുണ്ടാവും. ചിരിപ്പടം ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ പോയിരുന്നവരെ ചിരി കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല. പറഞ്ഞ പോലെ ശിവൻ, ഞാൻ മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല. അതെന്നാൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ. നമ്മൾ ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അതിൽ ഹേർട്ട് ആവാതിരിക്കുകയും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺറയിൽ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം
എന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രൊഡക്ഷൻ്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളോ അങ്ങനെ ഒന്നും പറയാനില്ല. ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ഏതൊരു ഇമോഷനും ആണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷയം, ഇപ്പോൾ അവിടെ ചോദിച്ച സ്ക്രിപ്റ്റ് തന്നെ, ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഭയപ്പാടുണ്ടായിരുന്നു. അല്ല, അത് തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ പറയായിരുന്നു. സീരിയൽ കില്ലേഴ്സിനെ ഈ സിനിമയിൽ കുറെ കളിയാക്കുന്നുണ്ട്. നാളെ സീരിയൽ കില്ലർമാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുമോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു തമാശയിലൊന്നും ഒഫൻഡഡ് ആവേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവായി കഴിഞ്ഞാൽ തമാശകൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും സെൻസിറ്റീവ് ആവാതെ ഇതങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിലൂടെ ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. നമുക്ക് തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നൊന്നും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് വേണം. ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർ എങ്ങനെയൊക്കെ ചിന്തിക്കും, അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരുസാറിനെ പോലെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണർ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിൽ ഇവിടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. വരുന്നുണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസം ശമ്പളേ തന്നു. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് നമ്മള് 40 ദിവസം എന്ന് വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത്, അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവകാശമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള അത് പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത്
മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോൾ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവൻ്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും. നമ്മൾ ഒരു അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും. അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്. ബേസിൽ ഇപ്പോൾ എന്തായാലും മരണമാസം ഇപ്പോൾ കൊലമാസമായിട്ട് പ്രേക്ഷകനെ ഏറ്റെടുത്ത് തിയേറ്ററിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിലൊരു ഫ്രീഡം ഉണ്ട്. ഇതിലെ കഥാപാത്രം ബേസിൽ അതുപോലത്തെ ഒരു കഥാപാത്രമായിരുന്നു. ഇല്ല, ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ്. അപ്പോൾ കുറച്ചുകൂടെ പാടായിരുന്നു. അത് ഇച്ചിരിയോടെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സാജറേഷൻ്റേതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ OLX വിൽക്കാനിട്ടിരിക്കുന്ന ഒരുത്തെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, സിജുവിനെ അല്ലാതെ. അപ്പോൾ എനിക്കതുകൊണ്ട് അതിപ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. കുറച്ചുകൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ. ഈ പറയുന്നത് നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം. ഈ പറയുന്ന മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവം ഇങ്ങനെയൊക്കെ കേൾക്കുന്നു പറയണ പോലെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സുരേഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ചേട്ടൻ്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കും, ഏത് ലെവലിലായിരിക്കും എന്നുള്ള ഗ്രാഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ റിയാക്ഷൻസ് കാണുമ്പോൾ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണോ ഓഡിയൻസിൽ നിന്ന് കിട്ടിയത്? അതിലധികം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കയ്യടിയും ചിരികളും. നമുക്ക് സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരു ഹ്യൂമറുണ്ട്, ഓൾറെഡി ഒരു ഹ്യൂമറുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷനിൽ ഇമ്പ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനകത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ചിരി കിട്ടും, അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം, ഇങ്ങനെ കയറ്റാൻ പറ്റും, കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട്, റൈറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ചിരിയും കൈയടികളൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒരു സീനിയർ ആക്ടർ കൂടെ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ സർക്കാസം എന്ന് പറയുന്നത് വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന, പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലായിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത്, വേദനിപ്പിക്കുമോ, അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നോ, ഇതെങ്ങനെ ആളുകൾ എടുക്കും, വർക്കൗട്ട് ആവുമോ, നെഗറ്റീവായിട്ട്? ഇപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇതൊരു എൻ്റർടൈനർ അത്രയേ ഉള്ളൂ. ഫൈറ്റിൻ്റെ ഇടയിൽ ബേസിലിന് കുറച്ച് ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചത് നമുക്ക്. അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ഇത് ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, അത്രയേ ഉള്ളൂ. സുരേഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ കൺവിൻസി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വൈറലായിരുന്നല്ലോ. അതിനുശേഷം ഇങ്ങനെ ഒരു കോമഡി റോളിലേക്ക് മറ്റുള്ളവർ ഡയറക്ടേഴ്സ് വിളിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടോ? ഇല്ല, അതിന് മുമ്പും അതായത് ഈ സിനിമയുടെ പ്രൊമോഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സെറ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്താൽ ഞങ്ങളുടെ പ്രൊപ്പഗാൻഡയാണ് ഇതിനു മുമ്പ് ഇതുപോലെ മുഴുനീള സിനിമയില് കോമഡി ക്യാരക്ടറുടെ സുരേഷൻ അങ്ങനെ വന്നിട്ടില്ല. അതെ, അത് ഈ സിനിമയിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോന്നാണ്. ഇല്ല, എനിക്കതിൻ്റെ തുടക്കം എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരു ബസ് കണ്ടക്ടർ, ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ്. എന്നെ കണ്ടിട്ട് വേറൊരാളിങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ വേഷത്തിൽ വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല.
ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ ടോവിയൊക്കെ കൂടുതൽ അടുക്കുന്ന ഒരു സമയം. അപ്പോൾ ടോവിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതിനെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അങ്ങനെയായിരിക്കും. അല്ലാതെ ഇപ്പോൾ അതായത് സുരേഷ് ചേട്ടനെ ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചിലവഴിച്ചിട്ടൊക്കെ. ഈ നടികറിനും കുറച്ച് മുമ്പ് നമ്മളങ്ങനെ ആണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സമയം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് ചേട്ടനെ അല്ല, അല്ലെങ്കിൽ സുരേഷ് ചേട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും. ഈ പറഞ്ഞ പോലെ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നേർ വിപരീതമാണ് പുള്ളി. ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളുമല്ല. നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ചേട്ടൻ. തങ്കക്കുടമാണെന്നാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ചേട്ടനെ പറ്റി പറയുമ്പോൾ. പുക്കിയാണ് അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇതുവരെ സുരേഷ് ചേട്ടൻ ആരെയെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെയെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വികാരഭരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റായിട്ടും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ല് ചെയ്യാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ചേട്ടൻ. പക്ഷെ ആ ഒരു സുരേഷ് ചേട്ടൻ്റെ ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ചിന്തിച്ചിട്ടുള്ളത്. നടികർ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് റോപ്പിന്ന് ഇറക്കിയിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോൾ അതിൽ സുരേഷ് ചേട്ടൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഒരു പ്രൊഡ്യൂസർ എന്ന നില ചോദിക്കുകയാണ്. അപ്പം ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ. ഇപ്പം എവിടെ നിന്നൊക്കെ ഒരു കാരണം നേട്ടങ്ങളെക്കാളും എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ഇതിനകത്ത് നാഗസൈനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞിടെ തന്നെ ഒപ്പം സിനിമയിൽ നടന്ന ഒരു ഇഷ്യൂസ് അറിയാമല്ലോ. അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത്? അത് അവർ തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത്. അത് അവര് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതാണ്. വളരെ അല്ലേ? അല്ല, ചോദിക്കാൻ പറ്റില്ല. ഇതേ ആള് തന്നെ നേരത്തെ ഒരു കണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ കണ്ടില്ല. ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ. അല്ല, ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മള് അതൊരു പ്രൊഡ്യൂസറായിട്ട് ചിന്തിക്കുമ്പോൾ എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വന്നിരുന്നു. അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ പോ, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട്. അത് നമുക്ക് വേറെ ആരുടെയെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയാണ് അതിൻ്റെ റൈറ്റ് പരിപാടി. ഈ പൊന്മാൻ സിനിമയിൽ സീരിയസ് കഥാപാത്രമായിട്ട് കഥാപാത്രമായിട്ട് വരുന്നു. പെട്ടെന്ന് ട്രാക്ക് മാറ്റി ഇതിൽ ഒരു ഫ്രീക്കൻ ലുക്കിൽ രണ്ട് ദിശയായിട്ട് പോകുന്നല്ലേ. ഇതിൽ കോമഡിയിലേക്ക് വന്നു, സീരിയസ് കോമഡിയിലേക്ക് വന്നു. ആ ഒരു ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷവാനാകുന്നത്? നല്ല സീരിയസ് ട്രാക്ക് വിളിച്ച് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കും, ഉടനെ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ബേസിൽ? അല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരിക, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇനിയും പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം, അതേസമയം മരണമാസം പോലത്തെ സിനിമകളും ചെയ്യണം. അപ്പോഴാണ് അതിനൊരു ഇതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ നമുക്കും ചെയ്യുന്ന ഇല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ, ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ. കാണുന്നവർക്കും അത്
ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക. അത് അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു മോട്ടിവേഷനും കൂടെ ആണല്ലോ. ഇപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പുണ്ട്, അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിലോ നുണക്കുഴിയോ മരണമാസം എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ, ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടറാണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ, പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരുക. അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തന്നെ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ഈ സുരേഷ് ചേട്ടൻ അതിൻ്റെ ഒരു മാതൃകയും കൂടെ. ഇത്രയും സീനിയറായ ഒരാളാണ് സുരേഷ് ചേട്ടൻ ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ നമുക്കറിയാം, സീരിയസ് കഥാപാത്രങ്ങൾ. പിന്നെ പെട്ടെന്നാണ് ഒരു ട്രാക്ക് മാറ്റി പിടിച്ച് ഈ പറഞ്ഞ പോലെ ടോവിനോയുടെ കൂടെ തന്നെ അഭിനയിച്ച് ഒരു ട്രാക്ക് മാറ്റി ഈ സിനിമയിലേക്കും വരുന്ന ഒരു കോമഡി ആവുന്നത്. അത് സുരേഷ് ചേട്ടൻ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? സുരേഷ് ചേട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം സുരേഷ് ചേട്ടന് കിട്ടിയില്ല ഇതുവരെ. ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ചേട്ടൻ. അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി. അതേപോലത്തെ റോളുകൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക, ഇങ്ങനൊരു ഇന്നലെ തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനുണ്ട്, അപ്പോൾ അതിനൊരാളെ വിളിക്കണം, അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും. കോട്ടൊക്കെ ഇടിപ്പിച്ച് വന്ന് പറ്റിക്കുക, ഒരു ചതി, ചെറിയൊരു ചതി. അപ്പോൾ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോയി. പിന്നെ ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ 2.0 റിവീലാകപ്പെടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് ചേട്ടന് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലനിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇനി വാതിൽ മലർക്കെ തുറന്നു നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിലിൻ്റെ അടുത്ത പടത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ. അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ്. അതൊരു ബാധ്യതയും മാറും, എന്തെങ്കിലും തരും. അത് പറയാൻ പറ്റില്ല. ഞാൻ മെസ്സേജ് അയച്ചുതരാം, വാട്സപ്പിൽ അയച്ചുതരാം. ഒന്നുമില്ല, ഒരു സീസണിൽ സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ ആലോചിക്കും എന്തിനാ എന്നെ വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട്. അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദിനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ പണ്ട്, നമ്മുടെ കരുവാടിക്കുട്ടുള്ള നായിക. അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 പടം അടുപ്പിച്ച് ഞാനായിരുന്നു. 3ാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ ചോദിച്ചു ഇതിലും നിങ്ങളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം ടേക്ക് പോകാതെ പെട്ടെന്ന് പണി തീർക്കാൻ എന്ന് പറഞ്ഞൊരു 3-4 പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല ബലാത്സംഗ പേരിനായിരിക്കും, അങ്ങനെയൊന്നും എന്നെ കണ്ട അതൊന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് അതന്നെ ആയിരുന്നു. സിനിമ മാറി, ആ ട്രെൻഡുകൾ മാറുന്നുണ്ട്, മാറി ഒരുപാട് സിനിമകൾ മാറി. പല ടോവിയാണ് ചെയ്തു വെച്ചാൽ പല കഥാപാത്രങ്ങളും മാറിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട്. ചില ആർട്ടിസ്റ്റുകളടുത്തേക്ക് ചെല്ലാൻ ഡയറക്ടർ അയക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഈ ഭാരം എടുപ്പിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട്. അതെ ഇല്ല, ആർട്ടിസ്റ്റ് തയ്യാറാവുന്നത് മാത്രമല്ല, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. പണ്ടും എല്ലാ ആർട്ടിസ്റ്റിനും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ സമ്മതിക്കത്തില്ലായിരിക്കും. അതായിരിക്കാം അങ്ങനെ സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാറിപ്പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഈ ടൈപ്പ് കാസ്റ്റ് ആവുന്നത് ഒരു പക്ഷേ ഡയറക്ടർക്ക് ഒരു വില്ലൻ ക്യാരക്ടറെ കണ്ടുപിടിക്കാൻ ഒത്തിരി എഫേർട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, അതോ ഇയാൾ തന്നെ മതി അതാകുമ്പോൾ എനിക്ക് അധികം എഫേർട്ട് എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണോ ഒരാളെ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത്? ഇല്ല, അതാണത് ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസി ഉണ്ട്, ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് പുലാനാണെന്ന് തോന്നുന്നു, അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ഭൂതം രാജൻ പി ദേവും ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷെയ്ഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത്. അപ്പോൾ ജോണിയോട് ചോദിച്ചു, ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നല്ലേ? അപ്പോൾ ജോണി പറഞ്ഞു, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും, ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ
ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. ഇപ്പോൾ ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഒരു പഴം എടുത്തോ, ഒരു പഴം എടുത്തോ, ഫ്രീ. ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിലും ഇവനെ ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് വരുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇവന്റെ അടുത്ത് വന്ന് ഇവന്റെ പെർഫ്യൂം ഒന്ന് മണത്ത് നോക്കൂ. അതാര് ഗിഫ്റ്റ് തന്നാടാ? അതായത് ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഗൾഫിലൊക്കെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും നമ്മുടെ പെർഫ്യൂമിനൊക്കെ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് ഏതോ പടത്തിന്റെ ARMന്റെ പ്രൊമോഷന് പോകാൻ സമയത്ത് ഇവൻ അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും വില, അങ്ങനെ ഞാൻ വന്നപ്പോൾ മേടിച്ചു കൊടുത്തതാണിത്. ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ടോവിനോ, ഇപ്പോൾ സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UAE-ലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു. അതിന്റെ UAE-ലുണ്ട്, കുവൈറ്റിൽ ഇത് വാർത്ത വന്നായിരുന്നു. UAE-ലല്ല, കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഓരോ രാജ്യങ്ങളുടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് ഇപ്പം തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന, ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട്. അത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് അതും ഉണ്ടാവും. ഇപ്പോഴും ഈ ഭേദഗതികൾ എല്ലാത്തിലും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അല്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളും. നിങ്ങൾ സൗദിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദി അല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിൻ്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ആ സംശയത്തിൽ ആരും ഇവിടെ എന്ത് പറഞ്ഞ, ആരൊക്കെയായിരുന്നു അഭിപ്രായം വ്യത്യാസമുള്ളത്? അധോഗതിയാണെന്ന് പറഞ്ഞ ആരും ഉണ്ടല്ലോ ഇവിടെ, ഞാൻ കേട്ടു. ഡയറക്ഷൻ ചെയ്യുക. ആ സമയത്ത് ഡയറക്ടർ ആദ്യം ആക്ഷൻ പറഞ്ഞ പുള്ളി അഭിനയിക്കും, അതായിരുന്നു പ്രധാന ഇടപെടൽ. അല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഹ്യൂമറിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഒരു ഫൺ പരിപാടിയാണ്. അപ്പോൾ ഇതേ കോമഡി തന്നെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല. അപ്പൊ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സിനിമയുടെ ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 60% പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ടാസ്ക്. അപ്പോൾ ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും അവരുടെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ പണി കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അല്ല, അതിന് തൊട്ട് മുമ്പ് ടോവിച്ചേട്ടനെ കാർഡ് വെക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഓൾ വേൾഡ് സിജുസോണി ഫാൻസ് അസോസിയേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അതിൻ്റെ താഴെ സെക്രട്ടറിയുടെ പേരുമുണ്ട്, പ്രസിഡന്റിൻ്റെ പേരുണ്ട്, ട്രഷറിയുടെ പേരുണ്ട്. ഇനി ആരെങ്കിലും കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റാതെ ആരൊക്കെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. പറഞ്ഞായിരുന്നു ബസ് പോലും ഓടിക്കാൻ അറിയില്ല. ആ ബസ്സിലേക്ക് ഇവരെ എല്ലാരും വിശ്വസിച്ച് കയറ്റി വിടുകയും ചെയ്തു. പ്രൊഡ്യൂസറുടെ ധൈര്യം. പ്രൊഡ്യൂസറിന്റെ ധൈര്യമല്ല, ഞങ്ങളുടെ ധൈര്യമാണ്. പ്രൊഡ്യൂസർ എന്താ ഇവിടെ ഇല്ലല്ലോ. സുരേഷ് ചേട്ടന് ബസ് ഓടിക്കാൻ അറിയില്ല എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത്. പിന്നെ ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ലോകം രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് അവിടെ സീരിയസ് നോട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവൻ്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻ, ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞിട്ടുള്ളത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇല്ല, അത് എഴുത്ത് നടക്കുന്നു. കുറച്ച് 1-2 പെട്ടെന്ന് അതിന് തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഓൾറെഡി ബുദ്ധിമാനല്ലടാ. എന്തിനാണ് ഇനി വേറെ രാജ്യങ്ങളില് സ്വന്തം അഭിനയിച്ച സീൻ കട്ടായി പോയി എന്ന് പറയുമ്പോൾ എന്താണ് തോന്നിയത്? അത് വ്യക്തിപരമായിട്ട് ഒത്തിരി ഹേർട്ട് ആവുന്ന ഒരു. ഞാൻ UAE-ലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അത് വിഷമമുണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ടായി. പ്രത്യേകിച്ച് സിനിമയിൽ ആ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് അല്ലെ റിലീസ് ചെയ്യപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ടോവിനോ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിനൊരു പുരോഗതി അല്ലെങ്കിൽ ഒരു മാറ്റമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. സിനിമ കാണാതെ 10-15 സിനിമ കണ്ടിരുന്നെങ്കിൽ രാവിലെ അവര് ഇവിടെ ഇരുന്ന് സംസാരിച്ചു. അതെ, ഡേറ്റ് ഇല്ലത് എനിക്കുമില്ല. ഇല്ല, ഒന്നും അങ്ങനെ അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാളും. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ളൊരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു നെയിം സേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുള്ളൂ. സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കുകയും ചെയ്യും. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ഉറപ്പായിട്ടും. ഈ മിന്നമ്പൂരിൽ ചെയ്ത
പബ്ലിക്കിൽ ഇങ്ങനെ പറയണമെന്നുള്ളൂ. പക്ഷെ ടോബി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അങ്ങനെ മാറിയിട്ടേ ഇല്ല, അങ്ങനെ മാറ്റാൻ നോക്കണ്ട. സാഹചര്യങ്ങളാണല്ലോ ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിക്ക് നടക്കുന്നത്. ചില സിനിമയുടെ വിവരങ്ങൾ, ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരങ്ങൾ ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരങ്ങൾ പുറത്തു വിടുന്നു. ഇപ്പം ഈ സിനിമ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്, ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു മാസം കഴിയുമ്പോൾ അവർ ഇതിന്റെ എമൗണ്ട് പുറത്തു വിടുന്നു. വെയിറ്റിംഗ്. ആരെങ്കിലും കള്ളക്കണക്ക് നടത്തണമെന്ന് എനിക്ക് അങ്ങനെ വേണം അറിയാനായിട്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ആക്ടറാണ്, ഇപ്പോൾ നിർമ്മാതാവായിട്ടുണ്ട്. അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന, ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു, ഇപ്പം ടോവിയുടെ സിനിമ പുറത്ത് നിന്ന് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയുടെ പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം മാറിപ്പോകുന്ന സാഹചര്യം പല സിനിമയ്ക്കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു രീതിയൊക്കെ ഇപ്പം നിർമ്മാതാവെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാകില്ല. ആ രീതി എങ്ങനെയാണ് ടോവി കാണുന്നത്? നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിൻ്റെ ഫാക്റ്റുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ. കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെൻറ്റേജ് ആണെന്നാണ് ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അന്യം നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ പൂട്ടിയിടാനും പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ്. അത് ഉള്ളിടത്തോളം കാലം എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത് ടൂർ പോകാൻ പോകുന്നു. ഇല്ല, അങ്ങനെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോൾ സിനിമകളൊന്നും, ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവുകയാണ്. അവിടെ തായ്പേയിൽ ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാൻറ്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ARM അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേയി കാണാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ വാ എൻ്റെ റൂമിൽ കിടക്കാം. അപ്പോൾ അങ്ങനെ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുമായിരുന്നു. ഇപ്പം ചേട്ടൻ തിരക്കിലായതുകൊണ്ട് ഞാനാണ് വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനാണ് താരതമ്യേന തിരക്ക് കുറഞ്ഞ ആള് വീട്ടിലെ ഗൃഹനാഥൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിരുന്ന് പങ്കുവയ്ക്കാം. ഇപ്പം എക്സ്ക്ലൂസീവ് ചോദിക്കില്ല. അപ്പം പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവില്ലല്ലോ. പള്ളിച്ചട്ടമ്പിയുണ്ട്, അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പിയാണ്. അല്ല, ഈ വർഷം ഇപ്പം ജൂൺ തൊട്ട് പള്ളിച്ചട്ടമ്പിയിൽ ഷൂട്ട് തുടങ്ങണം. അതെ, ഇന്ന് ഇവിടെ വെച്ച് പറയുന്നു, ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലേ?
ഷെയ്ക്കിൻ്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇന്ന് മുതൽ നമ്മൾ അതിനെ അവസാനിപ്പിക്കണം. ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ. ആർക്കെങ്കിലും ഷെയ്ക്കിൻ്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഒക്കെ എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ്. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി, ഇവനും പറ്റി, കുറെ ആൾക്കാർക്കും പറ്റി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളിവിടാതിരിക്കുക. കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക. ഗോപാലേട്ടന് സ്തുതി. ഞാൻ പേരും പറഞ്ഞ എന്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം. ഞാൻ ചെന്ന് എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി, 2 പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്നൊക്കെ ചെന്ന് പറയണം. എന്താ പേര്? അനസ് തെറ്റി വിളിച്ച് ഭയങ്കര മോശമായി പോകും. ഓക്കെ 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 പോട്ടെ പോട്ടെ പോട്ടെ. ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ചതാ, നടന്നില്ല. പോട്ടെ. സുരേഷ് ഏട്ടാ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ട. ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ, താങ്കൾ സീനിയറായ ഒരാളിനൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ആണെങ്കിൽ സ്ക്രിപ്റ്ററിൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം വരുന്നു. ഇത്തരം ഒരു പ്രവണത മലയാള സിനിമ ഇപ്പം ടോബി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്. അത്തരം ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരില്ലേ? എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നുമില്ല. അവിടെ കൈ വെച്ചിട്ട് നാളെ എൻ്റെ അടുത്ത പടം പോകുമ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുമൊരു അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടേണ്ട രീതിയിലേക്ക് വരുന്നു. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ വെട്ടിയത് അത് ഒരിക്കൽ വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടെ വെട്ടിയിട്ടുണ്ടാവും. ഈസി ആയിട്ട് കാണുവാണ്. സീരിയസ് ആയി കാണാൻ പറ്റുമത്. അത് സെൻട്രൽ ബോർഡിന്റെ ഇതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത്. EDA ഭയക്കുന്നു. ഞാനോ പിന്നെ അത്ര നമുക്ക് അതിന് പേടിയും കാര്യമൊന്നുമില്ല. അത് നടക്കട്ടെ, അത് സെൻസർ ചെയ്യട്ടെ. എത്ര നാൾ ചെയ്യുമല്ലേ നോക്കാം നമുക്ക്. മിന്നൽ മുരളി നടന്നുകൊണ്ടിരുന്നപ്പോ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി മിന്നൽ മുരളി 2 സംഭവിക്കുമ്പോൾ ഇപ്പോൾ ബേസിലായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരു ഹീറോ ആണ്. ഇനി അങ്ങനെ രീതിയിലുള്ള ഒരു പ്രഷറിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്തായാലും പറയാൻ അവരോട് ഇല്ല. അങ്ങനെ പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രഷറാണ്. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും മരണമാസത്തിന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അതും ഇതൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും. അതിപ്പോൾ മിന്നൽ മുരളി 2 ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും. കാരണം ആ സിനിമ ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്കും കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക. നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും, കുഴപ്പിപ്പോകും. ഇത് ശരിക്കും നമ്മൾ കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് 2 സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം. എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം. അതിൻ്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും
അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറുമുള്ളൊരു സിനിമയാണ് ഏറ്റവും അതിൻ്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സിനിമയ്ക്ക് ഗുണമായി ചെയ്യുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഈ നമുക്ക് കുറേ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറേ കോൺസ്ട്രെയിൻസും ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും. അത് ആ കൺവീനിയൻസ്, പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നല്ലതാണ് അങ്ങനെ പ്രശ്നം. അല്ല, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് ഇപ്പം മഴ കൊണ്ടുള്ളത് നമുക്കറിയാം, അതല്ലാതെ അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും, എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശിവനും അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട്പുട്ടുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ബഡ്ജറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ചോദിച്ചത്, ഇപ്പം ടോബ് കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് സിനിമയുടെ നമ്മളിപ്പോൾ ആദ്യം നിർമ്മാതാക്കളുടെ സംഘടന കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, നമ്മൾ സിനിമയുടെ ബഡ്ജറ്റ് കൊടുക്കും. ഇത് അമിതമായി കൂടി എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടുന്ന കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കൂടുന്നു. നമ്മൾ പൈസ കൊടുത്തോണ്ട, നിർമ്മാതാവ് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ആദ്യം കൊടുക്കുന്ന കണക്ക് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളൂ. പിന്നീട് മഴ കൂടിയപ്പോൾ എനിക്ക് ഇത്രയായിരുന്നു, അവിടെ കണക്ക് കൊടുക്കാനോ കണക്ക് ചോദിക്കാനോ അവർ വരുന്നില്ല. അത്തരം രീതികൾ കൃത്യമായി ഇടപെടാതെയാണ് ഇവർ ചില പണമിടപാട് പുറത്തുവിടുന്നത്. ഇപ്പം ടോബിക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ബജറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഈ സിനിമ തീരുമ്പോൾ, ഒരിക്കലും ആയില്ല. എത്ര ദിവസം മഴ പെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പേർക്ക് പൈസ കൊടുക്കണം. ബാറ്റ ഉൾപ്പെടെ, നെറ്റ് ബാറ്റയാണ്, ഇരട്ടി ബാറ്റയാണ് വരുന്നത്, അതുൾപ്പെടെ ബജറ്റ് കൂടുകയാണ്. അതൊന്നും കണക്കിൽ പെടുത്താതെയാണ് നിർമ്മാതാക്കൾ ചില കണക്കുകൾ പുറത്തു വിടുന്നതെന്ന് തോന്നുന്നു. കണക്കിൽ പെടുത്തിയിട്ട് കണക്കുകൾ പുറത്തു വിട്ടാലും എന്താ വ്യത്യാസം? അതായത് പൈസ നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. മഴ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വർഷത്തിലൊരു 8-9 മാസവും മഴയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മളുടെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ബഫർ കാണുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റും? നമുക്ക് പ്രപഞ്ചത്തിനെ ബ്ലെയിം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതെല്ലാം ഈ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പോലെ തന്നെ ഇനിയും നടന്നുകൊണ്ടിരിക്കും. പണ്ടും മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴയുണ്ട്. നമ്മൾ അതിനനുസരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒത്തിരി സന്തോഷം കേട്ടോ, നല്ല സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇരിക്കുന്ന എല്ലാവരും നാളെ തന്നെ പോയി മരണമാസം കാണണമെന്ന് അപേക്ഷിക്കുന്നു. മരണമാസത്തിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട അഭിപ്രായം എല്ലാവരോടും പറയണം. ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ഓൺലൈൻ മീഡിയയിലും നിങ്ങളുടെ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് എല്ലാവരും സംസാരിക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ സൈഡിലാണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളൊരു ബിഗിനിങ് സമയത്തുള്ള ഒരു സിനിമയാണിത്. എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് ഞാൻ പ്രൊഡക്ഷൻ്റെ ലോഗോ നമ്മുടെ പവി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കളയുടെ സമയത്ത് ചെയ്യിച്ചതാണത്. ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള അടിപൊളിയായിരുന്നു തിയേറ്ററിൽ, ആ ഒരു വലിയ സ്ക്രീനിൽ ആ പേപ്പറിൽ ടീ എന്നുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒഴിവാക്കിയാണ്
ഫോട്ടോ എടുത്താ ആദ്യമായിട്ടാണോ? ഇന്നലെ ടി വി സംസാരിക്കാൻ കഞ്ഞി പിടിച്ച് പോട്ടോ. നെക്സ്റ്റ് പ്രൊഡ്യൂസർ ചെയ്യണ്ടേ നെക്സ്റ്റ് പടം? നല്ല പടങ്ങൾ അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ആണോ? 3 പട്ടം കിട്ടിയ പോലെ ടോയ്ച്ചേട്ടൻ 3 പട്ടം കിട്ടും. 3 പട്ടം കിട്ടിയില്ലേ? ബാലൻസിങ് സ്റ്റാർ, ആംഗ്രി സ്റ്റാർ, സാഡ് സ്റ്റാർ. പട്ടങ്ങളൊന്നും വേണ്ട. ടോയ്ച്ചേട്ടാ ഒരു കാര്യം കൂടി, എമ്പുരാനി എന്ന സീൻ കട്ട് ചെയ്തപ്പോൾ ടോയ്ച്ചേട്ടനെന്തെങ്കിലും? ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വേർഷൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് കണ്ടതാണ്. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നീ നെക്സ്റ്റ് തിയേറ്ററിൽ വിസിറ്റ് ഉണ്ടോ? തിയേറ്ററിൽ വിസിറ്റ് ഉണ്ടോ? ചെയ്യണം. പിന്നെ എനിക്കറിയില്ല. അത് പ്രൊമോഷൻ ടീം വാച്ച് ഒഴിച്ച് ഒരു ഓടിക്കാർ വല്ലതും കൊടുക്കും. ബേസിലായിട്ട് ഒരു ഓടിക്കാർ ഓടിക്കാൻ പറ്റുന്നൊരു കാർ ഒരേപോലത്തെ വാച്ച് ഏതാ? രണ്ടുപേരുടെ കയ്യിൽ ഒരേപോലത്തെ വാച്ച് ഉണ്ടല്ലോ. ഏതാ? അത് ഹെൽത്ത് ബാൻഡ് ആണ്. ഹെൽത്ത് ബാൻഡ്. ഏതത്? ഹെൽത്ത് ബാൻഡ്. ഇതാണോ? ഇത് വാച്ചല്ല. ഇത് ഒരു ഹെൽത്ത് ഫിറ്റ്നസ് ബാൻഡ്. അത് ഇവനാണ് എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. ഇവനിതിൽ ഷെയറും മറ്റും ഉണ്ട്. ഓക്കെ ബൈ. ശരി. നെക്സ്റ്റ് പടം ഏതാ? ആണോ?